ഹലോ ഗായ്സ്, എല്ലാവർക്കും മമ്മിറമ്മ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോകുന്നത് എൻ്റെ വീട്ടിലുള്ള കുറച്ച് ചെടികളും ഇതൊക്കെ വാഴകളെല്ലാം കാണിച്ചു തരാൻ പോക്കാണ്. അപ്പോൾ നമുക്ക് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. കുറേ അടിപൊളിയായ അടിപൊളി കുറേ ചെടികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ടേക്ക് പോകാം. സൈഡിൽ നിന്ന് തുടങ്ങാം. ഇവിടെയൊക്കെ ഫുള്ള് വാഴയാണ്. അപ്പോൾ നമ്മൾ വരുമ്പോൾ അടുത്ത കുറച്ച് അങ്ങോട്ടേക്കെല്ലാം നമുക്ക് വാഴ കാണിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. കുറച്ച് അടിപൊളി ചെടികളും ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ ചെമ്പരത്തി ഉണ്ട്. അപ്പം നമുക്ക് ബാക്കിയുള്ള എല്ലാ ചെടികളും കണ്ടിട്ട് വരാം. ചെമ്പരത്തി പൂവാണ്. കിണറിൽ വെള്ളമൊക്കെ ഉണ്ട്. നല്ല വെള്ളം അവിടെ കാണുന്നുണ്ട്. ഫുള്ള് ഇവിടെയൊക്കെ ചെമ്പരത്തിയാണ്. നമ്മൾ നട്ടതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ നട്ടതാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ഇഞ്ചി ഉണ്ട്. പിന്നെ ഇവിടെ കാന്താരി എന്നൊക്കെ പറയുന്ന ഒരു മുളക് ഇതാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. ഈ സൈഡ് ഒന്നല്ല അതാണുള്ളത്. പിന്നെ ഇവിടെ മറ്റേ മുളകുണ്ട്, ചുവപ്പ് കളറിലെ ഒരു ഈ മുളകുണ്ട്. ഇവിടെ ഉണ്ട് ഒരു മാങ്ങ വരെ അവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഉണ്ട് നമ്മുടെ മണി പ്ലാന്റ്. ചെടി എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മളെ മാവ് വലിയ മാവാണ്. പിന്നെ ഇവിടെ ഉണ്ട് അത് മറ്റേ കാന്താരി. പിന്നെ ഇവിടെ വാഴയുണ്ട്. പിന്നെ ഇവിടെ മരത്തിന് വെച്ചായിട്ട് കുറച്ച് ചെടികൾ വെച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഓലച്ചെടി ഇവിടെയുണ്ട്. ഇത് ഒന്ന് ഇവിടെ ഉണ്ടായിരുന്നു, രണ്ടെണ്ണം ഉണ്ടാണ്ടത്. ഒന്ന് ഇത് ഇതേപോലെ ഉണങ്ങിയിട്ട് ഫുള്ളായിട്ട് പോയി. പിന്നെ ഇവിടെ അത് എന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെ ഒരു മുള്ളു ചെടിയുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു പൂവുണ്ട്. ഇങ്ങനെ വൈറ്റ് കളർ പൂവുണ്ട് ഇവിടെ. അടിപൊളി വൈറ്റ് കളർ പൂവുണ്ട് ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ തുളസീൻ്റെ സെക്ഷനാണ്. ഇവിടെ നിന്നും തുളസിയാണ്. പിന്നെ ഇപ്പുറത്തേക്ക് വന്നാൽ നമ്മളെ മല്ലികപ്പൂ അങ്ങനെ എന്തോ ഒരു പൂവുണ്ട് ഇവിടെ. അതാണ് ഇവിടെ ഈ സാധനം. മറ്റേ രണ്ട് കളറാണ് വരുന്നത്. ഇപ്പോൾ ഇത് മറ്റേ ഇലമാണ്, കട്ടിയില്ലാത്ത ഇല. ആ ഇല ഉണ്ട്. പിന്നെ ഇവിടെ കട്ടിയുള്ള ഇല ഉണ്ട്. രണ്ടും കൂടി മാറ്റാം. പിന്നെ ഇവിടെ സപ്പോട്ടയാണത്. പിന്നെ നമ്മുടെ തുളസി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ. പിന്നെ അവിടെ ഇതുണ്ട്, ചെമ്പരത്തിപ്പൂ. നമ്മളിവിടെ നട്ടതാണ്. ആദ്യം നമ്മൾ മുളക് നട്ടെടുക്കുകയായിരുന്നു, കാന്താരി മുളക് നട്ടെടുക്കാനുണ്ടായിരുന്നത്. നമുക്ക് അവിടെ എല്ലാം നട്ട് ഇവിടത്തേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെയും കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ഇതൊരു വള്ളിയായിട്ട് വരുന്നൊരു പൂവാണ്. ഇവിടെ കണ്ടോ, വള്ളിയായിട്ട് വരുന്നൊരു പൂവാണ്. ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ നമ്മളെ ചെടികളുണ്ട്. ഈ ചെടീൻ്റെ ഒന്നും പേരെനിക്കറിയില്ല. പിന്നെ ഇവിടെയുണ്ട് മല്ലിക, ഇവിടെയുണ്ട്. പിന്നെ നമ്മളിവിടെ മറ്റേ അടക്ക മരത്തിൻ്റെ ഉണ്ട്. പിന്നെ ഇവിടെ മല്ലികയുണ്ട്. മല്ലികയാണ് നമ്മുടെ വീട്ടിൽ കുറേ ഉള്ളത്. പിന്നെ അവിടെ മണി പ്ലാന്റ് ഉണ്ട്. ഇവിടെയും മല്ലികയുണ്ട്. നമ്മളെ ഒരു മുറ്റത്തിൻ്റെ ഇതുണ്ട് മല്ലിക. പിന്നെ നമ്മളെടുക്കുക ആലോവേരയുണ്ട്. ആലോവേരൻ്റെ 3 തൈയാണല്ലോ ഉള്ളത്. പിന്നെ ഇവിടെ ഉള്ളത് സാധാരണ നമ്മൾ മറ്റേ കറിക്കൊക്കെ ഇടുന്ന മുളകാണ്. അവിടെയുണ്ട് വൈറ്റ് കളറിലെ പൂവ്. വൈറ്റ് കളറിലെ പൂവ് അവിടെയുണ്ട്. ഇത് റോസാപ്പൂവാണ്. ഇപ്പോൾ റോസാപ്പൂവിൽ ഒന്നൊരു പൂവില്ല. റോസാപ്പൂവിൻ്റെ ഇതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നമ്മളെ പറമ്പിലോട്ടേക്കുള്ള വാഴകൾ കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഒരു മാങ്ങ മരമുണ്ട്, ചെറിയ മാങ്ങ മരമാണ്. ഇവിടെ കെട്ടിയിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ട് മണ്ണും എന്തെല്ലോ ഇട്ടിട്ട് ഉപ്പ് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ പൈനാപ്പിളിൻ്റെ ചെറിയ ഇതുണ്ട്. ഇത് മുളകാണെന്ന് തോന്നുന്നു. അതന്നെ. പിന്നെ ഇത് എന്താണെന്ന് മരം എനിക്കറിയില്ല. പിന്നെ ഇവിടെ വള്ളിയുണ്ട്. നമുക്ക് വാഴ കാണാൻ പോട്ടോ. നമ്മളെ പറമ്പിലായിട്ടൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഞാൻ ചെറിയ ഷെയ്ക്ക് ഉണ്ടാവും, കാരണം നമ്മൾ നടക്കുന്നതുകൊണ്ട് ചെറിയ ഷെയ്ക്ക് ഉണ്ടാവും, ക്ഷമിക്കുക. പിന്നെ വാഴ നമുക്ക് കാണിച്ചു തരാം. ഇത് നമ്മളുടെ കപ്പയാണ് കേട്ടോ. ഇത് കപ്പൻ്റെ കുറച്ചിതാണ്. അപ്പോൾ നല്ലോണം ഇവിടെ നട്ടിട്ടുണ്ട്. നമ്മൾ ഇവിടെ വൃത്തിയാക്കിയവരൊക്കെ നട്ടതാണ്. വൃത്തിയാക്കിയവർ നമ്മൾ കുറേ ഇവിടെയൊക്കെ ഇതായിരുന്നു ഉണ്ടായത്. നമ്മൾ പിന്നെ എല്ലാം പൊട്ടിച്ച്
ഇവിടത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നടാൻ ഇവിടെ ഉണ്ട്. നമ്മൾ മൈലാഞ്ചിയാണ് കേട്ടോ, തലക്കിടുന്ന മൈലാഞ്ചി അരച്ചിട്ടൊക്കെ ഇന്ന് മൈലാഞ്ചി ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് വാഴകളുണ്ട്. പിന്നെ ഇവിടെ തെങ്ങുണ്ട് കേട്ടോ, തെങ്ങാണോ എന്നറിയില്ല, തെങ്ങനായിരിക്കും. പിന്നെ ഇവിടെ ഒരു മാവുണ്ട്. നമ്മൾ പഴയ വീടാണ്, പഴയ ഞാൻ ജനിക്കുമ്പോൾ ഒന്നുമില്ല. പിന്നെ ഇതാ അവിടെ വായുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അവിടെ കാണിച്ചല്ലോ മറ്റേ അടക്കമരമൊക്കെ ഉള്ളത്, ഇതാ അവിടെയാണ്. ഇത് ക്യാപ്സിക്കോ ആണ്. ക്യാപ്സിക്കോ ഇങ്ങനത്തില്ല, ഇതിനകത്ത് ക്യാപ്സിക്കോ ഉണ്ട്. പക്ഷേ ഇന്നലെ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ക്യാപ്സിക്കോ കണ്ടുവരുന്നു. ഇവിടെ ഉണ്ട്. ഇത് ഫുള്ള് കാട് പിടിച്ചു പോയി. നമ്മൾ അവിടെയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഇതൊന്നും കാണുന്നില്ല, ഫുള്ള് കാടാണ്. പിന്നെ ഇതാ നമ്മളെ വൈതനങ്ങ ഇവിടെ ഉണ്ട്, കാണുന്നു. വൈതനങ്ങ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മളെ വാഴ, ഇവിടെയാണ് വാഴൻ്റെ സെക്ഷൻ വരുന്നത്, ഫുള്ള് വാഴയാണ്. പിന്നെ ഇതാ ഒരു ഒറ്റക്ക് നിൽക്കുന്ന ഒരു പേരക്ക മരമുണ്ട് ഇവിടെ. പിന്നെ മുമ്പിലാണ് നമ്മൾ പേരക്ക മരമല്ല, അപ്പോൾ ഇത് ഒറ്റക്കായി പോയി. പിന്നെ ഇതാ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഇതെന്താണെന്ന് എനിക്കറിയില്ല, കുറേ ചെടീൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് കുറേ സ്ഥലത്ത് നടന്നിട്ടുണ്ട്. ഇതൊരു മാവാണ്, ഇത് റോബസ്റ്റ് അങ്ങനെ എന്തോ ഒരു നേന്ത്രയോ ഏതൊരു വായാണിത്. പിന്നെ നമ്മളെ പൈനാപ്പിൾ ഇവിടെ ആകുന്നുണ്ട്. പൈനാപ്പിൾ മൊട്ടൊന്നുമില്ല. ഇത് നമ്മൾ പണ്ട് നോമ്പിന് കുറേ പൈനാപ്പിൾ വാങ്ങിയാലോ, ഞാൻ വെറുതെ അവിടെ നട്ടു കൊടുത്തത്, ഇപ്പോൾ ഇങ്ങനെയായി. ഇവിടെ 2 വാഴയുണ്ട്. ഇവിടെ കുറേ വാഴയുണ്ട്. പിന്നെയാണ് നമ്മളെ ഐറ്റം വരുന്നത്, നമ്മളെ ഒറിജിനൽ വാഴ. കുറച്ച് പൊന്തിച്ച് കാണിച്ചാൽ ഓക്കെ, കാണുന്നില്ലേ, നമ്മളുടെ പൂവൻ പഴമാണ്. പൂവൻ പഴം കായ്റ്റേ ഉള്ളെന്ന് തോന്നുന്നു. പിന്നെ ഇതാ വേറൊന്ന് കാണിക്കാനുള്ളതെല്ലാം ഇതന്നെയാണുള്ളത്. അപ്പോൾ ഇതൊക്കെ നട്ടത് ആരാന്നറിയണ്ടേ? എൻ്റെ ഉപ്പയാണ് ഇതൊക്കെ നട്ടത്, എല്ലാം എൻ്റെ ഉപ്പയാണ് നട്ടത്. അപ്പോൾ അവർ വായൊടിഞ്ഞിട്ടുണ്ട്. നല്ലൊരു സ്ഥലം കണ്ടു, ബ്യൂട്ടിഫുൾ ആയിട്ട് പ്ലേസ്. പിന്നെ ഇവിടെ നമ്മൾ കരിവേപ്പിലുണ്ട് കേട്ടോ, ചെറിയ കരിവേപ്പിലയാണ്. നമ്മളന്ന് കാട് കൊത്തുമ്പം നമ്മൾ മറ്റേ ചെറിയ തൈ ഉണ്ടായിരുന്നു, അതാണ് ഇവിടെ. അവിടെ ആടയാറ്റായിരുന്നു ഒന്നുണ്ടായത്, അപ്പോൾ ഞാൻ എടുത്തുകൊണ്ടെന്ന് ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഇതിൻ്റെ പേരെന്തായിരുന്നു, ബുംബിളി, അതന്നെ ബുംബിളി എന്നാണ് നമ്മളൊക്കെ പറയുന്നത്. ഇപ്പോൾ ഒറ്റ കൊട്ടുന്ന ഇതാ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ പേരങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഞാൻ ബുളിമ്പി എന്നാണ് പറയല്. അച്ചാറിലൊക്കെ ഇടാൻ കൊണ്ടുപോകാറുണ്ട് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ. നല്ല മരമാണ്, നമ്മൾ ഇടക്കിടക്ക് വന്നിട്ട് ഇതെല്ലാം കാണിച്ച് കൂട്ടലുണ്ട്. എനിക്ക് ഇതിൻ്റെ അടക്കൂട്ടങ്ങ് പോവാം. പിന്നെ ഇവിടെ തുളസിയുണ്ട്. ഇവിടെ എന്താണെന്നറിയില്ല. പിന്നെ ഇതാ മറ്റേ ഇതുണ്ടായിരുന്നു, നമ്മൾ നേരത്തെ കാണിച്ചിട്ടില്ലേ കരിവേപ്പില, അതവിടെ ഉണ്ട്. ഇവിടെയും ചെറിയ കരിവേപ്പിലുണ്ട്. നമ്മളിത് പേരക്ക മരമാണ്, ഇവിടെ മുളകിൻ്റെ മരമുണ്ട്, പേരക്കയുണ്ട്. ഇവിടെ ഇത് മറ്റേതാണ് ജാമ്പക്ക, അതാണിത്. പിന്നെ വേറൊരു കാഴ്ച കാണിച്ചാൽ ഇവിടെ ഒരു നേന്ത്ര പഴമുണ്ട്. ഇത് ഇന്ന് വെട്ടിയതാണ് നേന്ത്രപ്പഴം. നമ്മളെ ഗ്രിൽ ചിക്കൻ ചുടുന്നതാണ്. ഗ്രിൽ ചിക്കൻ ചുട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ വീണിട്ടുണ്ട്. നമ്മൾ ഗ്രില്ല് ചൂടുന്ന സ്ഥലമാണിത്. നമ്മളെ കിണറിൻ്റെ ഈ സൈഡ് തന്നെയാണ് ഗ്രില്ല് ചൂടുന്നതുള്ളത്. പിന്നെ ഇവിടെ കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ സാധനത്തിൻ്റെ പേര്, ഇത് ഇവിടെയുണ്ട്. പിന്നെ പൂച്ച അവിടെ ഉണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മളുടെ വാഴ പിന്നെയും വരുന്നത്. പിന്നെ ഈ സെക്ഷൻ ഫുള്ളായിട്ട് വാഴയായിരുന്നു. പിന്നെ മഴ കാരണം ഒടിഞ്ഞ് വീണാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, ചേനയാണ്. ചേന അറിയാത്ത ആരും ഉണ്ടാവുമെന്നറിയില്ല. ഇത് ചേന, നമ്മളെ വാഴ, 2 വാഴ ഇവിടെ കിടക്കുന്നില്ല, കുറച്ച് വാഴ ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി ഇവിടെയുണ്ട്. ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി ഇതാ ഇവിടെ എങ്ങാട്ട് നട്ടതാണ്. അതാ ഇവിടെ കണ്ടോ, അവിടെ നട്ടതാണ്. നോക്കുമ്പോൾ ഇവിടെ ഫുള്ള് പന്തറിച്ച് വളർന്നിട്ടുണ്ട് ഇവിടെയൊക്കെ. ഓക്കെ, വള്ളിയായതുകൊണ്ട്. പിന്നെ ഇതൊരു ഫാഷന് വാങ്ങിയ ഒരു ചെടിയായിരുന്നു, കാണിച്ചു തരാം. ഇതൊരു ഫാഷൻ വാങ്ങിയ ചെടിയായിരുന്നു.
അന്നൊക്കെ ഇത് നല്ല ഫാഷനായിരുന്നു ചെടി. ഓക്കെ, അതൊരു കൂണ് കണ്ടോ? ഇത് ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ പറമ്പിലേക്ക് വന്നതാണ്. ഇതാ നമ്മുടെ വാഴയ്ക്ക ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇതാ കുരുമുളക്, അതിൻ്റെ വള്ളി വരിയുണ്ട്. പിന്നെ ഇത് ഇഞ്ചിയാണ് തോന്നുന്നു. അത് ഇഞ്ചിയാണ്. പിന്നെന്താ കാണിക്കാനുള്ളത്? പിന്നെ നേരത്തെ പറഞ്ഞില്ല ഒരു ഗ്രിൽ ചിക്കൻ, ഇത് പൊരിക്കുന്ന ചെറിയ വിശേഷം നിങ്ങൾ അപ്പോൾ നമ്മൾ ഗ്രിൽ ചിക്കൻ്റെ ഇവിടെ മസാലയൊക്കെ പുരട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഗ്രില്ല്. അപ്പോൾ നമ്മൾ ഗ്രിൽ പൊരിക്കുന്നതാണ്. ഇതാ നമ്മളിപ്പോൾ അടിപൊളിയായിട്ട് പൊരിക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയതാണ്, ലോങ് ആയതുകൊണ്ട് ചെറുതാക്കിയുള്ളൂ.